മാഷേ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമെന്ന് പറയാൻ കഴിയില്ല, പ്രതിരോധമാണ്. ഇന്ത്യയുടെ പ്രതിരോധം ശക്തമായി നടക്കുകയാണ്. എങ്കിലും കറാച്ചിയൊക്കെ അടിച്ച് തരിപ്പണമാക്കി ഭസ്മമാക്കി ഇന്ത്യൻ സേന എന്ന് തന്നെ പറയാം, ഇന്ത്യൻ സേനയുടെ ആയുധങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ പട്ടാള മേധാവിയെ മാറ്റാൻ പോകുന്നു, ഒരു പട്ടാള അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതിനൊക്കെ തുടക്കമിട്ട അസീം മുനീർ ജീവനോടെ ഇരിക്കുന്നുണ്ടോ? പലരും പറയുന്നു ബില്ലാദന്റെ വിധിയാണ് അസീം മുനീറിന്. കാരണം അസീം മുനീർ എന്ന് പറയുന്ന ഒരു പാക് പട്ടാള മേധാവിയായിട്ടല്ല അയാളുടെ പെരുമാറ്റവും അയാളുടെ സംസാരവും രീതിയൊക്കെ. ഇയാൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ വരുന്നത്. ഇയാളെ ഈ പൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇയാളുടെ ഒരു പ്രസ്താവനയോ ഇയാളുടെ ഒരു ചിത്രമോ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സത്യത്തിൽ ഇന്ത്യൻ പട്ടാളം തീർത്തോ അതോ പാക് പട്ടാളം തീർത്തോ? പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ നടപടികളെല്ലാം ഒരു മുന്നറിയിപ്പിനപ്പുറത്തൊന്നുമല്ല. നമ്മൾ പറഞ്ഞു, നമ്മളെ നിരപരാധികളെ കശാപ്പ് ചെയ്തതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തു. അതാണ് ആകെ ഇന്ത്യ ചെയ്തൊരു കാര്യം. എന്നിട്ട് ഇന്ത്യ പാകിസ്ഥാനെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ നിർത്തിക്കുക, ഇനി വീണ്ടും വന്ന് വലിഞ്ഞു കയറി വീണ്ടും അടിമേടിച്ച് ചാകല്ലേ എന്ന സന്ദേശമാണ് കൊടുത്ത്. എന്ന് വെച്ചാൽ നമുക്കൊരു യുദ്ധം ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല യഥാർത്ഥത്തിൽ ഇന്ത്യ. പക്ഷെ നമ്മളെ മെക്കിട്ട് കയറുകയും നമ്മളെ അടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിരപരാധികളായ നിരവധിവരെ കശാപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് മാപ്പില്ല. അതുകൊണ്ട് അവരെ ശരിപ്പെടുത്തിയവരുടെ താവളങ്ങൾ തകർത്തു. എന്നിട്ട് പാകിസ്ഥാന് വീണ്ടും അതിജീവനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിരന്തരം അടിയില്ലാത്തത്. പക്ഷേ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അവർക്ക് ഇന്ത്യയെ കയറി ആക്രമിക്കാനായിട്ട് ശേഷിയില്ലാത്തതിൻ്റെ പേരിൽ അവർ ഈ അതിർത്തി പ്രദേശത്തുള്ള ഗ്രാമീണരെ അവരുടെ വീടുകൾക്ക് നേരെയൊക്കെ വെടിവെച്ച് കുറേ ആൾക്കാരെയൊക്കെ കശാപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും ഇന്ത്യ തിരിച്ചടിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കറാച്ചിയിലെ ചില ഭാഗങ്ങൾ കത്തിച്ചളഞ്ഞു. വിക്രാന്തിൽ നിന്ന് പോയ ചില മിസൈലുകളാണ് അത് കത്തിച്ചത് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന വാർത്ത എന്നാണ്. ഇവിടെ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പഴയ പാക് ജനറലിനെ, എന്നുവെച്ചാൽ അവരുടെ പട്ടാള മേധാവിക്ക് തന്നെയാണ് അതിലേറ്റവും വലിയ പങ്ക്. ആസിം മുനീർ എന്ന് പറയുന്നതായിട്ടുള്ള കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ല. പക്ഷേ ഈ പഹൽഗാം ആക്രമണം നടത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതാണ് എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം യഥാർത്ഥത്തിലൊരു പട്ടാള മേധാവിയല്ല, അയാളൊരു മതപണ്ഡിതനാണ്. ഈ മതത്തെ പട്ടാളവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഖുറാനിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാക്കുകൾ പെറുക്കിയെടുത്ത് അതൊക്കെ അവിടുത്തെ ചെറുപ്പക്കാരുടെ മനസ്സിനകത്തേക്ക് തുപ്പി, വിഷം തുപ്പുന്ന പോലെ തുപ്പി അവരെ ഭ്രാന്തന്മാരാക്കി മാറ്റി, അവരെ ഭീകരവാദികളാക്കി മാറ്റുന്നതായിട്ടുള്ള ഈ മതഭ്രാന്തൻ്റെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ അസീം മുനീർ എന്ന് പറയുന്നതായിട്ടുള്ള പാക് ജനറലുണ്ടായിരുന്നത്. അയാളാണ് യഥാർത്ഥത്തിൽ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പ്രേരക ശക്തി എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ പഹൽഗാം ആക്രമണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാളെ കുറിച്ചൊന്നും കേട്ടില്ല. അയാളെ കാണാനില്ല. അയാൾ എവിടെയാണോ ഒളിച്ചതെന്നോ എങ്ങോട്ടാണോ പോയിരിക്കുന്നത് ആർക്കും അറിയാൻ പാടില്ല. ഇതിനിടയിലാണ് അവിടെ ഇയാളെ ജനറൽ സ്ഥാനത്ത് നിന്ന് മാറ്റി കാരണം ഒരു യുദ്ധം വരുന്ന സമയത്ത് ആ യുദ്ധത്തെ നയിക്കാനായിട്ട് യാതൊരുവിധമായിട്ടുള്ള പ്രാപ്തിയുള്ള ഒരുത്തനല്ല അയാൾ എന്ന് തിരിച്ചറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇവനെ മാറ്റണം, പുതിയ ഒരു പട്ടാള ജനറലിനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറയുന്ന വാർത്തകളവിടെ പരക്കുന്നതിനിടയിൽ ഇയാളെ കാണുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹം മൂലക്കുരുവിൻ്റെ ചികിത്സയ്ക്ക് പോയിരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് കസേരയിലിരിക്കുന്നുണ്ടെന്ന് വാർത്ത കേൾക്കുന്നു. ആവതില്ലാത്തതായ കുറേ മനുഷ്യരെല്ലാം കൂടി നമ്മുടെ രാജ്യത്ത് അലവലായിത്തരം കാണിക്കാനായിട്ട് നടക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിയും. എന്തായാലും അസീം മുനീർ എന്ന് പറയുന്ന ഈ പാക് പട്ടാള മേധാവിക്ക് വരാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് ബിൻ ലാദനെ കാത്തിരുന്ന ദുരന്തം തന്നെയായിരിക്കും. കാരണം നമ്മളെന്തായാലും അയാൾ തീർക്കും. കാരണം അയാളാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണി എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ തീർത്തിട്ട് മാത്രമാണ് ഈ അധ്യായം ക്ലോസ് ചെയ്യാനായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും. തിരിച്ചടി എന്നുള്ളതിനപ്പുറം ആദ്യം പ്രതിരോധമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്. ഒരു യുദ്ധം വേണ്ട, അല്ലെങ്കിൽ ഒരു ആക്രമണം വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിയും അജിത് ഡോവലും ഒക്കെ ആയിട്ട് സംസാരിച്ച്, പ്രതിരോധ മന്ത്രിയും ഒക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇനി പ്രതിരോധം വേണ്ട, തിരിച്ചടിച്ചോ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്.
ഈ പാകിസ്ഥാൻ എന്ത് കണ്ടിട്ടായിരിക്കും ഇപ്പൊ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെയോ പാക് പട്ടാളക്കാരെയോ പാക് ഭരണകൂടത്തെയോ അല്ല ഇന്ത്യ തൊട്ടത്. ഇന്ത്യ തൊട്ടത് അവിടുത്തെ ഭീകര ക്യാമ്പുകളെയാണ്, ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ആ ഭീകരർക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോ ഭീകരരെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ജനത, അവരെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്ന് ഇന്ത്യ പറയുന്നുണ്ട് എങ്കിൽ അത് ശരിയല്ലേ? അങ്ങനെ കരിമ്പട്ടികയിൽ പെടുത്തി ഇവരെ ഒറ്റപ്പെടുത്തേണ്ടതല്ലേ? അല്ല, ഭീകരവാദികളെ ഒരു കാരണവശാലും അംഗീകരിക്കാനേ പാടില്ല. ഒരു തരത്തിലും അവർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കാൻ പാടില്ല, അവരെ സഹായിക്കാൻ പാടില്ല. ഏത് രീതിയിലും അവരെ ഭൂമുഖത്ത് ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ ഒരു പ്രതിജ്ഞയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വളരെ നിഷ്കളങ്കരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലേക്കാണ് ഇവർ പലതരത്തിൽ നുഴഞ്ഞു കയറി അവരെ ഇല്ലായ്മ ചെയ്യുന്നത്. ചിലപ്പോൾ ചാവേറായിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ തോക്കുകളൊക്കെ ആയിട്ട് വന്ന്, ചിലപ്പോൾ പെട്രോൾ കന്നാസുകൾ, പെട്രോൾ ബോംബുകൾ, എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് ഒരു ലക്ഷ്യവുമില്ല, മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇങ്ങനെ മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മതഭ്രാന്തന്മാർ, അവർ ഭീകരവാദികളാണ്. പക്ഷേ മതഭ്രാന്തന്മാർ ആയിട്ടാണ് ഭീകരവാദികളായി മാറുന്നത്. അല്ലെങ്കിൽ മതഭ്രാന്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഭീകരവാദം എന്ന് പറയുന്നത്. അവനെ തുടച്ചു മാറ്റിയേ പറ്റൂ. അപ്പോൾ അവർ താമസിക്കുന്ന, അവർക്ക് പരിശീലനം നൽകുന്ന, അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ടാണ് അവരെ കശാപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ മതപരമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ, അവരൊക്കെ കുഴിച്ചിടുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആ സംസ്കാര ചടങ്ങുകളിലൊക്കെ പാകിസ്ഥാൻ പട്ടാളം സജീവമായി പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അവരെങ്ങനെ സഹായിക്കാനുള്ള കാരണം, അവരുൽപ്പാദിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഇവർ ബാധ്യസ്ഥരായി തീരുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ ജീവൻ സംരക്ഷിക്കാനായിട്ടുള്ള ആഗ്രഹമാണ് ഈ പാക് പട്ടാളത്തിൻ്റെ ഇത്തരം ചടങ്ങുകളിലുള്ള പങ്കെടുക്കലിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് അവർ പിന്മാറിയേ പറ്റൂ. അങ്ങനെ പിന്മാറാത്തിടത്തോളം കാലം നമ്മൾ അതിശക്തമായിട്ട് അടിക്കും. നമ്മൾ അടിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തെ 4ാം യുദ്ധശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അടിച്ച് തരിപ്പണമാക്കി കളയും, അവനെ ഇല്ലാതാക്കി കളയും. അതവനെ അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇപ്പോഴും തോണ്ടലും മാന്തലും. അല്ലാണ്ട് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധപ്രഖ്യാപനമായിട്ട് പാകിസ്ഥാൻ വന്നിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ പല സ്ഥലത്തും അക്രമങ്ങൾ നടക്കുന്നു, തീയെരിയുന്നു, സൈറണുകൾ മുഴങ്ങുന്നു, എന്തും സംഭവിക്കാവുന്നതായിട്ടുള്ള ഒരവസ്ഥയിലെത്തുന്നു. പക്ഷേ നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹവും ലക്ഷ്യവും യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ അടിക്കേണ്ടവനെ അടിച്ചേ പറ്റൂ. അതുകൊണ്ട് അടി കൊടുത്ത് യുദ്ധം ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി, മിലിറ്ററി സ്ട്രാറ്റജി എന്ന് പറഞ്ഞതാണ്.